കുറ്റാക്കുറ്റിരുട്ട്. പിറകിലേക്ക് ഒരടി കൂടെ വച്ചാൽ ചെന്ന് പതിക്കുന്നത് അഗാധ ഗർത്തത്തിലേക്ക്. മുൻപിൽ വാ പിളർന്ന് അപ്പാടെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഭീമൻ പാമ്പ്. മുത്തശ്ശി കഥകളിലും സിനിമകളിലും ആന്റി ഹീറോയായി ചെത്തി നടക്കുന്ന ഇവനെ നമുക്ക് നന്നായിട്ടറിയാം. ലോകത്തെ വലിപ്പം കൂടിയ പാമ്പുകളിൽ ഒന്നെന്ന മഹത്തായ പദവിയുടെ തലക്കനമുള്ള പെരും പാമ്പ്. ലുക്കും പേരുമൊക്കെ നല്ല പവർഫുൾ ആണെങ്കിലും ഇതുപോലെ ഒരു നാണം കുണുങ്ങി വേറെയില്ല. ഭീമാകാരൻ ശരീരവുമേന്തി ചുറ്റി നടക്കാൻ പ്രയാസമായതുകൊണ്ട് എപ്പോഴും ഒരു മന്ദതയാണ് ഇവയ്ക്ക്. അനങ്ങാതെ ഇരുന്നാൽ പട്ടിണി കിടന്ന് ചാകത്തേയുള്ളൂ എന്നറിയുന്നതുകൊണ്ട് ഇര പിടിക്കും. വലിയ ഇരയെങ്ങാനുമാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ കുശാലായി, ഒരു പണിയും എടുക്കാതെ ഒരിടത്ത് കിടക്കാം. ഇരയെ മുഴുവനായി വിഴുങ്ങാനും ദഹിപ്പിക്കാനുമൊക്കെ കുറേ ദിവസങ്ങൾ കിട്ടും. അങ്ങനെ കിടപ്പോട് കിടപ്പ് തന്നെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കോബ്ര സാറിനെ പോലെയും 360 അണ്ണനെ പോലെയുമൊക്കെ ജിൽ ജില്ലെന്ന് പെർഫോം ചെയ്യാൻ പെരുമ്പാമ്പിനെ കിട്ടില്ല. അതുമാത്രമോ, ഒരു തുള്ളി വിഷം മരുന്നിന് പോലും എടുക്കാനില്ല. പിന്നെ എന്തിനാണ് സാർ ഇവരെ പെരുമ്പാമ്പെന്നൊക്കെ വിളിക്കുന്നത്? പാമ്പ് ലോകത്ത് ഒരു മത്സരം വെച്ചെന്ന് ധരിക്കുക. വിഷത്തിന്റെ കാര്യത്തിലും ഫാൻസ് പവറിലും മാത്രമേ പെരുമ്പാമ്പിന് മാർക്ക് കുറയുള്ളൂ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ പെരുമ്പാമ്പ് ഒരു കില്ലാടിയാണ്. തന്നേക്കാൾ വലിപ്പമുള്ള ജീവികളെ ഇരകളാക്കി വിഴുങ്ങുന്ന കാര്യത്തിലും ഞെരിച്ചു കൊല്ലുന്നതിലും പെരുമ്പാമ്പ് തന്നെ കേമൻ. അതുമാത്രമല്ല, അസൽ നീന്തൽക്കാരനായ ഇവയ്ക്ക് വെള്ളത്തിൽ കുറെ നേരം അനങ്ങാതെ മുങ്ങിക്കിടക്കാനും സാധിക്കും. വിഷമില്ലാത്തവരാണെങ്കിലും പാമ്പ് ലോകത്ത് ഇവർക്ക് വലിയ കുടുംബ ബന്ധങ്ങളാണുള്ളത്. പാമ്പ് ലോകത്തെ വമ്പന്മാരായ പൈത്തോനിയുടെ കുടുംബക്കാരനാണ് പെരുമ്പാമ്പുകൾ. വ്യക്തമായി പറഞ്ഞാൽ 10 ജനുസുകളിലായി 36 ഇനം പൈത്തനുകൾ ഈ പൈത്തോനിയുടെ കുടുംബത്തിലുണ്ട്. വിഷമില്ലാത്ത ഇനം പാമ്പുകളായ ഇവയെ മുട്ടയിട്ട് പ്രജനനം നടത്തുന്നതിനാൽ ഓവിപ്പാരസ് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റോക്ക് പൈത്തൺ അഥവാ കേരളത്തിൽ സ്ഥിരം കാണപ്പെടുന്ന നമ്മുടെ സ്വന്തം മലമ്പാമ്പ്. പെരുമ്പാമ്പുകളിലെ പെരുമ്പാമ്പായ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ, കൂട്ടത്തിൽ സുന്ദരനായ റോയൽ പൈത്തൺ അഥവാ ബോൾ പൈത്തൺ, ആഫ്രിക്കൻ റോക്ക് പൈത്തൺ, ബർമീസ് പൈത്തൺ എന്നിങ്ങനെ നിരവധി തരം പെരുമ്പാമ്പുകൾ ലോകത്ത് പലയിടങ്ങളിലായി കാണപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും കേൾക്കുന്ന 2 വിഭാഗങ്ങൾ ഇന്ത്യൻ റോക്ക് പൈത്തണും റെറ്റിക്കുലേറ്റഡ് പൈത്തണുമായിരിക്കും. ഇവയുടെ എണ്ണിയാൽ തീരാത്ത പ്രത്യേകതകൾ തന്നെ കാരണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഉഷ്ണമേഖല, ഉപ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പെരുമ്പാമ്പിനമാണ് ഇന്ത്യൻ റോക്ക് പൈത്തൺ അഥവാ പൈത്തൺ മൊലൂറസ്. 4 മീറ്റർ മുതൽ 6 മീറ്റർ വരെയാണ് ഇവ നീളം വയ്ക്കുക. തവിട്ട് നിറത്തിൽ മഞ്ഞയോ ബീജ് കളറോ ആയ പുള്ളികളോട് കൂടിയ ഇവയുടെ തല ഡയമണ്ട് ആകൃതിയിലാണ്. തലയ്ക്ക് മാറ്റുകൂട്ടാനായി വി ആകൃതിയിൽ ഒരു ഡിസൈനുമുണ്ട്. എങ്കിലും ജീവിക്കുന്ന ഇടം അനുസരിച്ച് ഇവയുടെ നിറം ഏറിയും കുറഞ്ഞുമിരിക്കും. ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് മലമ്പാമ്പുകൾക്ക് ഏറെ പ്രിയങ്കരം. വനപ്രദേശങ്ങൾ, ചതുപ്പു നിലങ്ങൾ, തോടുകളുടെയും പുഴകളുടെയും കരകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇവയെ കൂടുതലായി കണ്ടുവരുന്നതിന്റെ കാരണവും അതുതന്നെ. ഇടയ്ക്കൊക്കെ മറ്റ് ജീവികൾ ഉപേക്ഷിച്ച മാളങ്ങൾ, മരപ്പൊത്തുകൾ എന്നിവ നമ്മുടെ മലമ്പാമ്പ് കൈയടക്കി സാമ്രാജ്യമാക്കും. മറ്റ് പാമ്പിനങ്ങളെപ്പോലെ പക്ഷികൾ, കുരങ്ങും നായയും പോലെയുള്ള ഇടത്തരം വലിപ്പമുള്ള മൃഗങ്ങൾ, ഉരകങ്ങൾ എല്ലാം പെരുമ്പാമ്പിന്റെ ഇരകളാണ്. എങ്കിലും സസ്തനികളാണ് ഇവയുടെ ഫേവറേറ്റ് ഫുഡ്. വിഷമില്ലാത്തവയാണ് പെരുമ്പാമ്പെങ്കിലും ആക്രമണ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഒരു മൂലയിൽ നൈസായി ചുരുണ്ടുകൂടി കിടന്നാണ് ഇര തേടുന്നത്. ആയുസ്സെടുത്ത ഏതെങ്കിലും ജീവി അടുത്തെത്തിയാൽ കഴിഞ്ഞു കഥ. ധൃതരാഷ്ട്ര ആലിംഗനമാണ് ഇവയുടെ മെയിൻ പരിപാടി. ഇരയെ ഞെക്കിപ്പിടിച്ച് ചുറ്റിപ്പിണച്ച് ഇഞ്ചച്ചാറെടുക്കും. ശ്വാസം മുട്ടിച്ചും തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുമുള്ള രക്തപ്രവാഹം നിലപ്പിച്ചും എല്ലാമാണ് ഇരയെ ദിവംഗതരാക്കുന്നത്. പിന്നെയാണ് തീറ്റ. തലയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഇരയെ അകത്താക്കാനായി പെരുമ്പാമ്പിന്റെ വാ പിളരുന്ന ഒരു രീതിയുണ്ട്. ഇത്രയും വലിയ വായോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. സസ്തനികളുടെ താടി എല്ലുകളുടെ ഘടനാ സംവിധാനമേ അല്ല പെരുമ്പാമ്പിൻ്റെത്. പുഷ്പം പോലെ ഇവയ്ക്ക് വലിയ കോണളവിൽ താടിയെല്ലുകൾ ചലിപ്പിക്കാം. മേൽത്താടിയും കീഴ്ത്താടിയും 180 ഡിഗ്രി വരെ അകത്തി തുറക്കാനാകും. ഇവയുടെ കീഴ്ത്താടിയിലെ മാൻഡിബിൾ അസ്ഥി നടുഭാഗത്ത് സസ്തനികളുടേതുപോലെ ഉറച്ചു യോജിപ്പിച്ചതല്ല. ഇടത്തും വലത്തും ഭാഗം ഇലാസ്തികതയുള്ള ലിഗമെന്റുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. അതായത് വായ 2 ഭാഗത്തേക്കും വലുതാക്കാൻ കഴിയും. കൂടാതെ തൊലിയും നന്നായി വലിയാൻ കഴിയുന്നതാണ്. വായ്ക്കകത്ത് മുകളിലെ താടിയിലും കീഴ്ത്താടിയിലും 4 വരി പല്ലുകൾ കൂടാതെ
മേലെണ്ണാക്കിൽ 2 വരി പല്ലുകളും ഇവയ്ക്കുണ്ട്. ഉള്ളിലേക്ക് വളഞ്ഞ ഈർച്ചവാൾ മുനകളുള്ള ഈ പല്ലുകൾ ഇരകളെ രക്ഷപ്പെടാതെ തടയുക മാത്രമല്ല, ചലനം വഴി ഇരയെ തള്ളി അകത്തേക്ക് നീക്കാനും സഹായിക്കും. വിഷമില്ലെങ്കിലും പെരുമ്പാമ്പിന്റെ കടിയാണ് ഇവനെ സ്റ്റാറാക്കുന്നത്. 1-1.5 കടിമതി ഇരയുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽക്കാനും രോഗാണുബാധയുണ്ടാവാനും. ഇനി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് വലിയ ജീവികളാണെങ്കിൽ പതിയെ പതിയെ സമയമെടുത്താണ് മുഴുവനായും വിഴുങ്ങുന്നത്. പപ്പും പൂടയും പോലും ബാക്കി വയ്ക്കാതെ അകത്താക്കുമെന്ന് സാരം. ഞാൻ പല്ലിവർഗക്കാരനാണേ എന്ന് കാണിക്കാനെന്നവണ്ണം പിൻകാലുകളുടെ ശേഷിപ്പുകൾ കൊണ്ട് നടക്കുന്നവരാണ് പെരുമ്പാമ്പുകൾ. വിസർജന ദ്വാരത്തിനടുത്ത് 2 മുള്ളുകൾ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ശരീരഭാഗം ഇവയ്ക്കുണ്ട്. ഏനൽ സ്പർ എന്നാണ് ഇവയുടെ പേര്. ഈ ശരീരഭാഗവും ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുറിവേൽപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. രാത്രി ഇര തേടാൻ ഇഷ്ടപ്പെടുന്ന പെരുമ്പാമ്പ് പകൽ സമയങ്ങളിൽ വെയിൽ കായാനും ഇനിയൊരു പക്ഷേ വിശപ്പിന്റെ വിളി വന്നാൽ ആഹാരം തേടാനും ഇടയ്ക്ക് ഇറങ്ങാറുണ്ട്. ഒറ്റയ്ക്കാണ് നടപ്പ്. ഇണചേരൽ സമയത്ത് സിംഗിൾ ജീവിതത്തിന് തിരശ്ശീലയിട്ട് റൊമാൻറ്റിക്കായി മാറും. ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് പ്രജനനകാലം. മുട്ട വിരിയിച്ചാണ് അടുത്ത തലമുറയെ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. 8 മുതൽ 100 മുട്ടകൾ വരെ ഇടും. 60 ദിവസം മുതൽ 80 ദിവസം വരെ അമ്മപ്പാമ്പ് അടയിരിക്കും. ശരീരം വിറപ്പിച്ച് മുട്ടകൾക്ക് ചൂട് പകരുകയും ചെയ്യും. മുട്ട വിരിയാറാകുമ്പോൾ കുഞ്ഞു പാമ്പുകൾക്ക് ഉളിപ്പല്ലുകൾ മുളയ്ക്കും. ഇവയുടെ സഹായത്തോടെ തോട് പൊളിച്ച് പുറത്തിറങ്ങും. വിരിഞ്ഞിറങ്ങുമ്പോൾ 40 മുതൽ 60 സെന്റിമീറ്റർ വരെ കുഞ്ഞുങ്ങൾക്ക് നീളമുണ്ടാവുകയുള്ളൂ. 10 ദിവസത്തിനുള്ളിൽ തന്നെ ഉറപൊഴിച്ച് വളരാൻ തുടങ്ങും. ആദ്യ വർഷം വളരെ വേഗത്തിൽ വളരും. മുട്ട വിരിഞ്ഞിറങ്ങും വരെ പാമ്പുകൾക്ക് മാതൃഭാവമുള്ളൂ. പിന്നെ നീയായി നിന്റെ പാടായി, നീ നിന്റെ പാട് നോക്കിപ്പോ മോനെ ദിനേഷ് എന്ന മട്ടിൽ കുഞ്ഞുങ്ങളെ സ്വതന്ത്രരാക്കി ജീവിക്കാൻ അനുവദിക്കും. സവിശേഷതകളുടെ കാര്യത്തിൽ മലമ്പാമ്പിനെ പോലെ റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പും ഒട്ടും മോശക്കാരല്ല. ഇവരാണ് ഒറിജിനൽ പെരുമ്പാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാമ്പായ ഇവ പരമാവധി 9 മീറ്റർ വരെ നീളവും 270 കിലോയിലധികം ഭാരവും വയ്ക്കും. ഏത് പരിതസ്ഥിതിയോടും പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നവയാണ് ഈ ഗണത്തിൽപ്പെട്ട പെരുമ്പാമ്പുകൾ. മലമ്പാമ്പിനേക്കാൾ കാഴ്ചയിൽ ഇരുണ്ട ശരീരക്കാരനായ ഇവയ്ക്ക് വല പോലുള്ള ഡിസൈൻ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ എന്ന പേര് നൽകിയത് പോലും. മലയോപൈത്തൺ റെറ്റിക്കുലാറ്റസ് എന്നാണ് ശാസ്ത്രീയ നാമം. മിനുസമാർന്ന ഡോർസൽ ചെതുമ്പലുകൾ ഇവയുടെ പ്രത്യേകതയാണ്. ഈ ശരീരഘടന റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പിനെ ചെറിയൊരു മരം കയറിയുമാക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലും അപൂർവമായി നിക്കോബാർ ദ്വീപുകളിലും കണ്ടുവരുന്ന ഇവ മനുഷ്യനെ വിഴുങ്ങിയെന്ന വാർത്ത വിശ്വസനീയമാണെന്ന് പറയാം. പ്രത്യേകിച്ചും ഇന്തോനേഷ്യയിലെ സുലവേസിയിലെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലാകുമ്പോൾ. പൂർണ്ണവളർച്ചയെത്തിയ റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പിന് മനുഷ്യനെ വിഴുങ്ങാൻ തക്ക രീതിയിൽ താടിയെല്ലുകൾ തുറക്കാൻ കഴിയും. ഇനി പൂർണ്ണമായി വിഴുങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും ധൃതരാഷ്ട്ര ആലിംഗനത്താൽ കീഴ്പ്പെടുത്തുകയുമാവാം. ഈ ഒരു അപകടം മുൻപിലുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ റെറ്റിക്കുലേറ്റഡ് പാമ്പുകളെ അരുമയായി വളർത്താറുണ്ട്. കളർ മ്യൂട്ടേഷൻ സംഭവിച്ച് സുന്ദരനാവുന്നതാണ് ഇവയ്ക്ക് വിനയാവുന്നത്. പെരുമ്പാമ്പിന്റെ ആകാരവും ഡിസൈനും ഇവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകാറുണ്ട്. തുകൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായി എല്ലാത്തരം പെരുമ്പാമ്പിനെയും മനുഷ്യർ വേട്ടയാടുന്നു. ഇവയുടെ മാംസത്തിനായും എണ്ണയ്ക്കായും ചോരയ്ക്കായും എന്തിന് കാഷ്ടത്തിനായും വരെ വേട്ടയാടൽ നടക്കുന്നു. നമ്മുടെ നാട്ടിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന പെരുമ്പാമ്പിനെ കൊല്ലുന്നതും കൈവശം വയ്ക്കുന്നതുമെല്ലാം കുറ്റകരമാണ്. അതായത് നാട്ടിലിറങ്ങുന്ന പെരുമ്പാമ്പിനെ തല്ലിക്കൊന്ന് സ്റ്റാറാകാമെന്ന് കരുതുന്നതിനു മുൻപ് ജയിലഴികൾ ഓർക്കണമെന്ന് ചുരുക്കം.